ആദ്യം സിജു കണ്ണനിലേക്കാണ്. സിജു കണ്ണൻ ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. നമ്മൾക്കൊപ്പം ഉണ്ട്. സിജുവിലേക്ക് പോകാം. സിജു, ഗുഡ് മോർണിംഗ്. സിജു ഉള്ളത് ചൂരൽമലയിലാണ്. തെരച്ചിലിൻ്റെ 10ാം ദിവസമാണ്. ഇന്നലെ ഏതാണ്ട് 1026 മറ്റോ ആണ് ആ കണക്ക്. വിവിധ സേനാ വിഭാഗങ്ങളിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ച് 6 സോണായി പരിശോധന. ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ടാണോ? സൺറൈസ് വാലി പരിശോധന ഇന്നുമുണ്ടോ? എയർലിഫ്റ്റ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കടാവർ ഡോഗ്സിൻ്റെ കൂടുതൽ സാന്നിധ്യം, അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടി പ്രദേശമൊക്കെ തിരിച്ചറിഞ്ഞ് തെരച്ചിൽ സമഗ്രതയിലൂടെ 10ാം ദിവസവും എന്നാണോ ഇന്നും വിചാരിക്കേണ്ടത്? ശരത്തെ, കേരളത്തെ നടുക്കിയ ദുരന്തം നടന്ന് 10ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നും സജീവമായ ആ തിരച്ചിൽ തുടരുമെന്നുള്ളതാണ്. സൺറൈസ് വാലിയിലേക്കുള്ള തിരച്ചിൽ ഇന്നും ഉണ്ടാകുമെന്നാണ് മന്ത്രിതല ഉപസമിതി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതിന് ശേഷം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. നിലമ്പൂരിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ 3 മൃതദേഹ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ഈ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വയനാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒരു ശരീരഭാഗം കണ്ടെത്തിയത് സൺറൈസ് വാലിയിൽ നടത്തിയ തിരച്ചിലാണ്. ഇതുകൊണ്ടാണ് സൺറൈസ് വാലിയിൽ ഇന്നും തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. 6 പേരടങ്ങുന്ന 2 സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഹെലികോപ്റ്ററിൽ ഇവരെ എത്തിച്ചുകൊണ്ട് എയർലിഫ്റ്റിംഗ് സംവിധാനം വഴി ഇവരെ ഈ ദുർഘടമായ വനമേഖലയിൽ, നിബിഡമായ വനമേഖലയിലേക്ക് ഇറക്കിക്കൊണ്ട് അവിടെ നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധന ഇന്നത്തോടുകൂടി ഏകദേശം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതുവരെ സ്ഥിരീകരിച്ച മരണസംഖ്യ, ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 225ആണ്. 138 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് കണക്കാക്കി. ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്ക് DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ അവരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇന്ന് ഈ മേഖലയിൽ, ദുരന്തബാധിത മേഖലകളിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, ഈ വെള്ളാർമല സ്കൂൾ പരിസരം, വില്ലേജ് ഓഫീസ് പരിസരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം തുടർന്നതുപോലെ തന്നെ 6 സോണുകളായി കൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം 1000-ലധികം സേനാംഗങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു. 700-ലധികം സന്നദ്ധ പ്രവർത്തകരും ഇവരോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരായി എത്തി. പരിശോധനയുടെ ഭാഗമായി ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ പ്രത്യേക ഡ്രോൺ സർവേ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മാപ്പിംഗ് തയ്യാറാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്നും അതേ രീതിയിലുള്ള പരിശോധനകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈയിൽ ഡ്രെയിനേജ് ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ടുള്ള പരിശോധന നടന്നു. കലുങ്ക് ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ട് പരിശോധന നടന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കിണറും മറ്റ് ജലാശയങ്ങളും ഉണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ കൂടി പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 6 മേഖലകളിലും ഇന്നും പരിശോധന തുടരും. അടുത്ത ദിവസം ജനകീയമായ ഒരു തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ കൂടി സേവനം ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തും. ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവരും ഇവിടെ നിന്ന് മാറിപ്പോയവരുമായ ആളുകളുണ്ട്. അവരെ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായും ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഓരോ മേഖലയിലുമുള്ള വീടുകളെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുമെല്ലാം തന്നെ കൃത്യമായി അറിയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അവരെ കൂടി തെരച്ചിലിൻ്റെ ഭാഗമാക്കി. ഇന്നതുണ്ടാവില്ല, വെള്ളിയാഴ്ചയാണ് ജനകീയ തെരച്ചിൽ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സജീവമായി സൈന്യം, അഗ്നിരക്ഷാ സേന, NDRF, SDRF, തമിഴ്നാട് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ സജീവമായി ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. 6 സോണുകളിൽ കൃത്യമായ പരിശോധന, വളരെ സജീവമായ പരിശോധന ഇന്നുണ്ടാകും. ചെളിയടിഞ്ഞു കിടക്കുന്ന മേഖലകളിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു. 3 ഘട്ടങ്ങളിലായാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മറ്റ് വാടക കെട്ടിടങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറ്റി താമസിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലാണ്. വരും ദിവസങ്ങളിൽ അതുണ്ടാകും. സർക്കാർ കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ വാടക കെട്ടിടങ്ങൾ കണ്ടെത്തിയാണ് ഇതിനുള്ള സൗകര്യമൊരുക്കുന്നത്. ബന്ധുവീടുകളിലേക്ക് പോകുന്നതിന് അത്തരം ആളുകൾക്കും സൗകര്യമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വാടക പൂർണ്ണമായും സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടക കെട്ടിടങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം സംവിധാനത്തിലേക്ക് മാറുന്നതിന് മുമ്പ്
പ്രീഫാബ് വീടുകൾ ഉപയോഗിച്ച് ആ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റുന്നതാണ് രണ്ടാം ഘട്ടം. ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് പൂർണ്ണമായും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതാണ് മൂന്നാം ഘട്ടം. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ അത്തരം കാര്യങ്ങൾ കൂടി ആലോചനയിൽ എടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രാദേശിക ജനപ്രതിനിധികളുടെയും ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെ നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രാദേശിക വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തെ വീടുകളുടെ എണ്ണം, അതോടൊപ്പം തന്നെ ദുരന്തത്തിൽ കാണാതായ ആളുകളുടെ എണ്ണം എല്ലാം തന്നെ കൃത്യമായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പ്രത്യേക സംഘം, വിദഗ്ധ സംഘത്തെ ഈ പ്രദേശത്ത് ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ കൃത്യമായ പരിശോധന നടത്തും. നിലവിലെ സാഹചര്യം എന്താണെന്നുൾപ്പെടെയുള്ള പരിശോധന നടത്തും. സംസ്ഥാന സർക്കാരാണ് നിയോഗിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് മന്ത്രിതല സംഘം അടുത്ത ദിവസം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തെരച്ചിൽ ഒരു വശത്ത് തുടരുന്നതിനൊപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് നഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട്. ശരത്, ഇപ്പോൾ സിജു കണ്ണൻ സൂചിപ്പിച്ചതുപോലെ 10-ാം ദിനം രാവിലെ തെരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ മാതൃകാപരമായ ഓരോ ഘട്ടങ്ങളുണ്ട്. അതിലെ ഒരു സുപ്രധാന ഘട്ടമാണ് ഈ ഉരുക്കുപാലത്തിൻ്റെ നിർമ്മാണം, ബെയിലി പാലം. ആ ബെയിലി പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിൽ. അവിടെ നിന്നുമാണ് സിജു കണ്ണൻ ഇപ്പോൾ ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.